ലീനെ എല്ലാം ആയല്ലോ, ഇനി വേറെ ഒന്നും എടുക്കാനില്ലല്ലോ? ഇല്ല അമ്മേ, വേറെ ഒന്നും എടുക്കാനില്ല. ചേച്ചി ഇനി എത്ര ദിവസം കഴിഞ്ഞ് വരും? പോയിട്ട് പെട്ടെന്ന് വരും പൊന്നി. അയ്യേ കരയാതെ പൊന്നി. ഓ, നിനക്ക് ഞാൻ പോണത് സന്തോഷമല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? വേണ്ട ചേച്ചി, പോണ്ട. ഞാൻ പെട്ടെന്ന് വരാം പൊന്നി. ഞാൻ വരുമ്പോ നിനക്ക് ഒത്തിരി മിഠായി മേടിച്ചിട്ട് വരാവേ. മിഠായി മാത്രമല്ല, വേറെ നിറയെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വരണേ. ആ ബെസ്റ്റ്. സമയമായി മക്കളെ, വേഗം ഇറങ്ങും. പോയിട്ട് വരണേ പൊന്നി, ടാറ്റ. ആ ചേച്ചി ടാറ്റ. മക്കളെ ലീനെ സൂക്ഷിച്ചൊക്കെ പോണേ, എപ്പോഴും വിളിക്കണേ. അവിടെ എത്തിയിട്ട് അമ്മയുടെ ഫോണിൽ വിളിക്കണം കേട്ടല്ലോ. ആ ശരി അച്ഛാ. ഇതാരാ, കൂട്ടുകാരിയാണോ? ആ അച്ഛാ, ഇവളാ സാറാ. മോളെ ഒന്ന് നോക്കിക്കോളണേ, പുറത്തൊന്നും അങ്ങനെ അധികം വിട്ടിട്ടില്ല, അതാ. ആ ശരി അങ്കിൾ. സ്റ്റുഡൻസ് എല്ലാരും ചെന്ന് വണ്ടി കയറും. ഈ വണ്ടിയിൽ എന്താ പാട്ട് പോലും ഇല്ലേ? ഇല്ലെന്നാ ഡ്രൈവർ പറഞ്ഞ. ഇതൊക്കെ ഒരു ടൂറാണോ? ഷോ, ഇത് സ്കൂളിനെക്കാളും കഷ്ടം. എടാ ഒരു ഐഡിയ. ഐവി കഴിഞ്ഞിട്ട് ടൂർ കമ്പൽസറി അല്ലല്ലോ? അല്ല, എന്തേ? എന്നാ നമുക്ക് ഇത്രയും പേർക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ? ഐവി കഴിഞ്ഞിട്ടാണോ? അതെ. ആ അത് കൊള്ളാലോ, അങ്ങനെ നോക്കിയാലോ? പണിയാവില്ലേടാ, സസ്പെൻഷൻ കിട്ടുന്ന വകുപ്പാ. അതിനിപ്പോൾ അത് ആരറിയണ, കമ്പൽസറി അല്ലല്ലോ ടൂർ. ഐവി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അല്ലാത്ത ട്രിപ്പ് പോയാലോ? ഞാനെങ്ങും വരില്ല. ലീന, നീ ഇങ്ങനെ ആയാലോ? നിനക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ലേ? എനിക്ക് ഓക്കെയാണ്, ഞാൻ വരാം. ഇല്ല ഇല്ല, എന്തായാലും എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലത്തെ മെമ്മറീസേ കാണൂ. നീ ഇങ്ങനെ ഇരുന്നാൽ നിനക്കൊന്നും കിട്ടാൻ പോണില്ല. അതല്ല സാറാ, വീട്ടിൽ പറയാതെ വന്ന പണിയാവില്ല, എനിക്ക് പേടിയാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കുട്ടിക്ക് പേടിയാണെങ്കിൽ നിർബന്ധിക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല, ഞാനും വരും. അപ്പോൾ എങ്ങനെ പോകാനാ പ്ലാൻ? ട്രെയിനിൽ പോയാലോ? ഗോവയിൽ തന്നെ പോവാം. ട്രെയിനിലോ? എനിക്ക് പേടിയാ. എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചാലോ? സ്റ്റുഡൻസ്, ഇവിടെ ഒരു ബീച്ച് ഉണ്ട്, നമുക്ക് അവിടെ ഇറങ്ങാം. എല്ലാവരും ഇറങ്ങാൻ റെഡി ആയിക്കോ. ആഹാ, ഇതെന്താ നമ്മൾ ബീച്ച് കാണാത്തോണ്ട് 8000 രൂപ എടുത്ത് ഇവിടെ വന്നേ? അഞ്ജലി, നമുക്ക് ഇറങ്ങിയാലോ? ആ ഓക്കെ, ഇറങ്ങാം. സാറാ? ആ അർജുൻ, നമുക്ക് ഇറങ്ങിയാലോ? ആ ഓക്കെ. ലീന ഇവിടെ വാ, ഇവിടെ വന്നിരിക്കെ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ലീന, ആ എന്താ പറയും? നമുക്ക് ഫ്രണ്ട്സ് ആവുന്നതിലൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നെ കളിയാക്കാൻ പാടില്ല. ഓക്കെ, സമ്മതിച്ചു. അല്ല, ലീനയ്ക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ? ദേഷ്യമൊന്നുമില്ല, നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാ. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് എങ്ങനെയാ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്? നീ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. സംസാരിക്കാതെ തന്നെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് തെറ്റാ. സംസാരിക്കാതെ എങ്ങനെയാ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? തൻ്റെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? അമ്മയും അച്ഛനും അനിയത്തിയും ഞാനും. തനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, ലിമിറ്റഡ് ആയിട്ടുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ സ്ട്രിക്റ്റ് ആണോ? അതെ, കുറച്ച്. ഫ്രണ്ട്സ്? ഓക്കെ ഫ്രണ്ട്സ്. ആഹാ, കീരിയും പാമ്പും ആയിരുന്ന രണ്ടാളിപ്പോൾ കൂട്ടായോ?